സാറോ? ഞാൻ അറിഞ്ഞില്ല. അറിയില്ല. സാർ അങ്ങനെ പറഞ്ഞതിന്റെ അർത്ഥം? മാലതി തന്നെ മറന്നു നിൽക്കുകയില്ലേ? എന്റെ ഇപ്പോഴത്തെ മാനസിക സ്ഥിതി സാറിന് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. അതിൽ കൂടുതൽ മനസ്സിലാകുന്നുണ്ട്. മാലതിയെ കൂടെ മനസ്സിലാക്കിയാൽ കൊള്ളാവുന്നുണ്ട്. പക്ഷെ സാധിക്കുന്നില്ല. സാറ് പറഞ്ഞതിന്റെ അർത്ഥം? തെളിച്ചു തന്നെ പറയാം. ഒരു കാലത്ത് മധുവിനെ മാലതി വെറുത്തിരുന്നതല്ലേ? ഓഹോ, ഇതാണ് രോഗം. മനസ്സിലായി? ഇല്ല, മനസ്സിലായില്ല. ഞാൻ മൃഗമൊന്നുമല്ലല്ലോ. നിങ്ങൾക്ക് എന്നെ സംബന്ധിച്ച് ചില ആശകളെല്ലാം ഉണ്ട്. മധുവും ഞാനുമായി സ്നേഹമായതുകൊണ്ട് അത് സാധ്യമല്ലെന്ന് നിങ്ങൾക്ക് ബോധ്യമായി. മാലതി എന്തൊക്കെയാണ് പറയുന്നത്? മലയാളത്തിൽ തന്നെ പറഞ്ഞത്. എന്റെ തെറ്റാണ്. അതെ, ഞാൻ എന്തൊരു മടയനാണ്. നിശ്ചയമായി. എനിക്ക് എന്റെ ഹൃദയം തുറന്ന് കാണിക്കാൻ ഒക്കുന്നില്ലല്ലോ. എനിക്കത് കാണണമെന്നില്ല. നിങ്ങളൊരു ട്യൂഷൻ വാദ്യാരാണ്, അത് മറക്കരുത്. അല്ല, എപ്പോ വന്നു? എന്താണ് പറഞ്ഞത്? ഞാൻ അല്പം ചിന്തിച്ചിരുന്നു പോയി. ഇന്ന് വരുമെന്ന് ഒരു പ്രതീക്ഷയുമില്ലായിരുന്നു. ഗോപാല, അച്ഛനെ ഇങ്ങോട്ട് വരാൻ പറയൂ. അവാർഡ് വാങ്ങാൻ വേണ്ടി മറ്റന്നാൾ തന്നെ ഡൽഹിയിൽ എത്തണമെന്ന് കമ്പി കിട്ടിയിരിക്കുന്നു. പോകാതിരുന്നാലോ എന്ന് ആലോചിക്കുകയാണ്. ഓ, ഇതെന്തൊരു സ്വഭാവമാണ്! മറ്റാർക്കും കിട്ടാത്തൊരു ബഹുമതി. മധുവിനത് വാങ്ങണോ എന്ന് പോലും സംശയം. ഞാൻ നിശബ്ദമായി ചിന്തിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വികാര ജീവിയായി പോയി. ഓഹോ, മധുവായിരുന്നു. നമ്മുടെ സാറെന്താണ് കൂട്ടിലടച്ച മെരുകിനെ പോലെ മുറിയിൽ കിടന്ന് കറങ്ങുന്നത്? സാറിന് ജലദോഷമാണ്. അച്ഛാ, മധുവിന് അവാർഡ് വാങ്ങാൻ ചെല്ലാൻ കമ്പി വന്നിരിക്കുന്നു. ഓഹോ, ഞാൻ പോകണ്ടെന്ന് വിചാരിക്കുകയായിരുന്നു. എനിക്ക് ഈ ആർഭാടങ്ങളൊന്നും അത്ര ഇഷ്ടമല്ല. ആരും എന്നെ സ്തുതിക്കുന്നതും ഇഷ്ടമല്ല. എന്തോ എന്റെ ഒരു പ്രകൃതം അങ്ങനെയായിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ അവാർഡ് വാങ്ങാൻ. അല്ല, നിങ്ങൾ ഇവിടെ? ഇവിടെ ഞാൻ ഇവിടെയാണ്. നിങ്ങൾ തമ്മിൽ അറിയുമോ? മധു എന്താ പരിഭ്രമിക്കുന്നത്? അവാർഡ് വാങ്ങാൻ എപ്പോഴാണ് യാത്ര? ചേട്ടാ ദ്രോഹി! അതെ, നിങ്ങൾ ക്ഷമിക്കണം. ഞാൻ സാറുമല്ല, പ്രഭയുമല്ല. ഞാൻ രവിയാണ്, ഒളിവിൽ കഴിയുന്നില്ല. വഞ്ചക! എന്നേക്കാളും വലിയ വഞ്ചകനെ ഞാൻ കാണിച്ചു തരാം. എന്താണിത്? എനിക്ക് ഭയമാകും. രവി, നമുക്ക് തമ്മിലുള്ള കാര്യം അങ്ങോട്ടിറങ്ങി സംസാരിക്കാം. ഇവിടെ വെച്ച് തന്നെ പറഞ്ഞു തീരണം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്നെ മനസ്സിലായല്ലോ. ഞങ്ങളെ കബളിപ്പിച്ച് ഇവിടെ താമസിച്ചിരുന്ന വഞ്ചകനാണെന്ന് മനസ്സിലായി. വളരെ ശരി. ഈ നിൽക്കുന്ന ആരാണെന്നറിയാമോ? രവി. അദ്ദേഹത്തെ നിങ്ങൾ എനിക്ക് പരിചയപ്പെടുത്തി തരണ്ട. അല്ല, പരിചയപ്പെടുത്തിയേ ഒക്കൂ. കേട്ടാ ദ്രോഹി, നീ ഒരു മനുഷ്യനാണോ? പളുങ്ക് താനെഴുതിയ നോവലാണല്ലേ? പിന്നെ ആരെഴുതിയ നോവലാണ്? വാദിച്ചു നിൽക്കാൻ ഭാവമുണ്ടോ? ഞാനൊന്നും മിണ്ടുന്നില്ല. ഞാനൊരു വികാരജീവിയാണ്. വികാരജീവി? വികാരജീവി താൻ രക്ഷപ്പെടാമെന്ന് കരുതണ്ട. എന്റെ കയ്യെഴുത്ത് പ്രതിയാണ് ആ പ്രസിദ്ധീകരണശാലക്കാരുടെ കയ്യിലുള്ളത്. എന്റെ പുസ്തകം ഒന്ന് പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടി ഞാൻ തന്റെ അടുത്ത് വന്നു. തന്നെ കൊണ്ട് എന്റെ നോവൽ പ്രസിൽ കൊടുപ്പിച്ചു. വികാരജീവി, അക്ഷരം മോഷ്ടിക്കുന്നവനാണോടാ വികാരജീവി? 3 വർഷമായി ഞാൻ ഒളിവിലാണ്. എന്റെ വീട് അവർ തകർത്തു. എന്റെ ഭാര്യയെ അവർ അറസ്റ്റ് ചെയ്തു. എന്റെ മകനെ അറസ്റ്റ് ചെയ്ത് നഖത്തിൽ മുട്ടുസൂചി വരെ തറച്ചു. എന്റെ കൺമുമ്പിൽ ഈ വീട്ടിൽ വെച്ച് എന്റെ മകൾ അമ്മിണിയെ തല്ലുന്നത് ഞാൻ കണ്ടുനിന്നു. ഈ നിൽക്കുന്ന അക്ഷരക്കള്ളനെ അപമാനിച്ചെന്നും പറഞ്ഞ് ഒരു കൊച്ചു പെണ്ണിനെ രാത്രിയിൽ റോഡിലേക്ക് ഇറക്കി വിട്ടില്ലേ? ആ ഗതികെട്ട പെണ്ണ്
എന്റെ മകളാണ്, എന്റെ മകൾ. അപ്പോഴൊക്കെ മനസ്സ് പതറാതെന്ന് ഞാൻ ഇന്ന് പൊട്ടിത്തെറിച്ചിരിക്കുക. എന്റെ പുസ്തകം താൻ അവകാശപ്പെട്ടാൽ ഞാൻ സഹിക്കുകയില്ല. എന്റെ കരളിലെ ചോരയിൽ പേന മുക്കിയാണോ ഞാൻ എഴുതിയത്. അത് ഞാനാണ് എഴുതിയത്. എന്തിനാണ് മധു ഇങ്ങനെ അന്തസ്സില്ലാതെ സംസാരിക്കുന്നത്? ഇതെന്ത് നാശമാണ്! നിങ്ങൾക്ക് റോഡിൽ പോയി നിന്ന് സംസാരിച്ചൂടെ? അവരിഞ്ഞ് എത്തിക്കഴിഞ്ഞോ? ആര്? പോലീസ്. നേരത്തെ മുറിക്കകത്ത് പോയത് പോലീസിന് ഫോൺ ചെയ്യാനായിരുന്നില്ലേ? എനിക്കത് അപ്പോഴേ മനസ്സിലായി. രക്ഷപ്പെടണമായിരുന്നെങ്കിൽ എനിക്ക് അവസരം ഉണ്ടായിരുന്നു. ക്ഷമിച്ചാൽ ഇനിയും ഞാൻ രക്ഷപ്പെട്ടു എന്ന് വരും. പക്ഷെ ഞാനതിന് ക്ഷമിക്കുന്നില്ല. രവി എന്താണ് ഈ പറയുന്നത്? സംഭവിച്ചത് പറഞ്ഞതേ ഉള്ളൂ. സംശയമുണ്ടെങ്കിൽ അതാ നോക്കൂ. അച്ഛൻ എന്തിനീ ചതി ചെയ്തു? എന്റെ കടമ. ഇയാൾ കൊലപാതകയാണ് മാലതി. നിങ്ങൾ സംസാരിക്കണ്ട. ഇപ്പോൾ ഇതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. നിങ്ങൾക്ക് ഭയമുണ്ടെങ്കിൽ എന്റെ കൈകളിൽ വിലങ്ങ് വയ്ക്കും. ശാരദേ, ദ്രോഹി, നിങ്ങൾ എന്തിനിവിടെ വന്നു? അയ്യോ, എനിക്ക് വയ്യ, എനിക്ക് വയ്യ. ഞാൻ നശിച്ചു. ഈ വീടിന് തീ വെച്ചിട്ട് ഞാൻ എവിടെയെങ്കിലും പോകും. അയ്യോ, ഞാൻ ശാരദയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ള സഹായങ്ങൾ ഇപ്പോഴും അപ്പുവിനെ ജയിലിൽ നിന്ന് ഇറക്കാൻ വേണ്ടി. വേണ്ട, അവനെ ഇറക്കണ്ട. നിങ്ങൾക്ക് പ്രതിഫലം തരാൻ ഇനി എന്റെ കയ്യിലൊന്നുമില്ല. ഞാൻ തെറ്റുകാരനല്ല ശാരദ. നിന്നെ ഞാൻ സ്നേഹിച്ചു പോയി. അയ്യോ, ഇതെന്ത് നാശമാണ്! എന്റെ ഹൃദയം നിറയെ തീയാണ്. നിന്നെ ഞാൻ എന്റെ ജീവനേക്കാളേറെ സ്നേഹിച്ചു. അപ്പോ നീ എപ്പോഴാണ് വന്നത്? നീ എന്താണെന്ന് മിണ്ടാൻ നിൽക്കുന്നത്? നിന്നെ മാമനാണ് പിടിച്ചത്. എവിടെയെങ്കിലും അമ്മ നിൽക്ക്. മോളെ, ചേട്ടന്റെ കൂടെ പൊയ്ക്കും. കുഞ്ഞിന് നല്ല സുഖമില്ലെന്നാ തോന്നുന്നത്. ഞാൻ പോയി കുറച്ച് കനടാവ് പറിച്ചു കൊണ്ടുവന്ന് ചതച്ച് പിഴിഞ്ഞ്. ഒന്നും വേണ്ട, സംഭവിക്കും. ഏമാൻ എന്റെ കാര്യത്തിലൊരു നിവൃത്തി മാർഗം. ഞാൻ ആ ഇൻസ്പെക്ടറോട് ചോദിച്ചു. താന്റെ കയ്യിൽ നിന്നാണ് കടലാസ് പോയെന്നാണ് അദ്ദേഹം പറയുന്നത്. സമാധാനം എഴുതി കൊടുത്തോ? എഴുതി കൊടുത്തു. നമ്മൾ ഇങ്ങനൊരു കടലാസ് കണ്ടിട്ടില്ലെന്നും കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മളത് കൊണ്ടുപോയിട്ടില്ലെന്നും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മളത് തിരിച്ചു കൊടുത്തിട്ടുണ്ടെന്നുമാണ് എഴുതി കൊടുത്തത്. ഏമാൻ നമ്മളെ രക്ഷിക്കണം. തൊപ്പി പോയാ 1-2 4-5 കുടുംബം പട്ടിണിയാവും ഏമാന്. താൻ ആ രവിയുടെ വീട്ടിനടുത്തുള്ള ഒരു മുസ്ലിം പെണ്ണിന്റെ ചായക്കടയിൽ പോവാറുണ്ടോ? കേസ് അന്വേഷണത്തിന്. താൻ ആ പെണ്ണിനെ കെട്ടാൻ പോവുകയാണ്. കേസ് അന്വേഷണത്തിന്. പെണ്ണ് കെട്ടിയാണോ കേസ് അന്വേഷിക്കുന്നത്? ആ പെണ്ണ് തന്നെ കബളിപ്പിച്ച് തന്റെ കയ്യിൽ നിന്ന് കടലാസ് തട്ടിയെടുത്തിരിക്കുന്നു എന്നാണ് ഇൻസ്പെക്ടർ പറഞ്ഞത്. താൻ പോയിക്കോ.
എന്നാ ഞാനിങ്ങോട്ട് സ്വീകരണങ്ങളൊക്കെ എങ്ങനെ ഇരുന്നു? ക്ഷേമമായിരുന്നു. DSP അദ്ദേഹം മാലയിട്ടു. IT അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ട് 5000 രൂപ ഒരു പേഴ്സിനകത്താക്കി ഏമാന്റെ കയ്യിലേക്ക് അങ്ങ് കൊടുത്തു. പോലീസുകാർ കൈയടിച്ചു. ഞാൻ ഏമാന്റെ അടുത്തായിരുന്നത്. അത് വളരെ നന്നായി. എനിക്ക് കുഞ്ഞിനോട് ഒരു സങ്കടം പറയാനുണ്ടായിരുന്നു. എന്റെ തൊപ്പി പോവും. നിങ്ങൾക്ക് തൊപ്പിയില്ലല്ലോ. എന്റെ ഉദ്യോഗം പോവും. അത്ര ആശ്വാസം. നിങ്ങൾ പൊയ്ക്കോളൂ. ഓ, ഒന്ന് പോകാൻ എനിക്ക് അല്പം ആശ്വാസം വേണം. എന്നാ ഞാൻ ഇങ്ങോട്ട് അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? അച്ഛൻ ലോക്കപ്പിൽ പോയി രവിയെ കാണണം. സാധ്യമല്ല. അച്ഛൻ നിരപരാധിയായ ഒരു മനുഷ്യനെ ഒറ്റിക്കൊടുത്തു. അദ്ദേഹത്തെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ട സഹായമെങ്കിലും ചെയ്യണം. ഓ, മനസ്സിനൊരു സ്വൈര്യവുമില്ലാതായി. എന്നിട്ട് അച്ഛൻ പ്രതിഫലം പറ്റി. ഭ്രാന്ത് പിടിപ്പിക്കരുത്. അച്ഛന് വയ്യെങ്കിൽ ഞാൻ ലോക്കപ്പിൽ പോയി രവിയെ കാണും. അച്ഛന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കും. ആരാത്? എന്താണ് വന്നത്? നിങ്ങൾ ഏതാ? അമ്മണി ഇവിടെയാണോ താമസിച്ചിരുന്നത്? അതെ. നിങ്ങളാരാ? അവളുടെ അമ്മ. അമ്മയുടെ അമ്മയോ? രവിയുടെ ഭാര്യ? അതെ. നിങ്ങൾ ഇരിക്കണ? വേണ്ട, ഞങ്ങളെ തെറ്റിദ്ധരിക്കരുത്. മനഃപൂർവ്വം രവിയെ അറസ്റ്റ് ചെയ്യിച്ചതല്ല. എന്റെ കുഞ്ഞുങ്ങൾ ഇവിടെ എങ്ങാനും വന്നോ? ഇല്ലല്ലോ. അവരിപ്പോ വീട്ടിലില്ലേ? ഇല്ല. കുഞ്ഞുങ്ങൾ എന്നാണ് വീട്ടിൽ നിന്ന് പോയത്? ഒരാഴ്ചയായി. ഞാൻ പോകുന്നു. നിൽക്കണം. കുഞ്ഞുങ്ങൾ എന്താണ് വീട്ടിൽ നിന്ന് പോയത്? നിങ്ങൾ തല്ലിയോ? ഇല്ല. കാണാതിറങ്ങിപ്പോയതാണോ? അല്ല. പിന്നെ ചേച്ചി കരയണ്ട. ഈ കസേരയിൽ ഇരിക്കണം. ചേച്ചി. ചേച്ചിയുടെ പേരെന്താണ്? ശാരദ. ശാരദ. ചേച്ചി ഇവിടെ താമസിക്കും. കുഞ്ഞുങ്ങളെ അന്വേഷിക്കാൻ ഉടനെ ആളുകളെ അയക്കാം. എവിടെ ഉണ്ടെങ്കിലും കൊണ്ടുവരും. അയ്യോ വേണ്ട, അവരെന്നെ കാണണ്ട. എന്താണ് കാര്യം? എന്നോട് പറയണം. സ്വന്തം അനുജത്തിയാണെന്ന് വിചാരിച്ച് പറഞ്ഞു. അവനെ കണ്ടാൽ അവൻ കരയും. അപ്പു, എന്റെ മോൻ കരയും. എന്താണ് എന്താ? അവരുടെ മനസ്സ് വല്ലാതെ പതറിയിരിക്കും. കുഞ്ഞെ, നീ ഇങ്ങോട്ടൊന്ന് നോക്ക്. നിന്റെ ഭർത്താവിനെ പിടിച്ചു കൊടുത്തത് ഞാനാ. എനിക്ക് വല്ലാത്ത വേദന. നിന്റെ കൈ ഒന്നിങ്ങോട്ട് നീട്ട്. നിന്റെ കൈ ഒന്നിങ്ങോട്ട് നീട്ട്. ഇത് നീ കൈ. എന്താണിത്? 5000 രൂപയുണ്ട്. നിന്റെ ഭർത്താവിനെ ഒറ്റിക്കൊടുത്തതിന് അവരെനിക്ക് സമ്മാനിച്ചതാണ്. ഈ രൂപ ഇവിടെ ഇരിക്കുന്നിടത്തോളം എന്റെ മനസ്സാക്ഷിയുടെ വേദന മാറുകയില്ല. വേണ്ട, ഒന്നും വിചാരിക്കരുത് ചേച്ചി. അങ്കിത് തിരികെ വാങ്ങിക്കാൻ. എന്റെ കരൾ പൊട്ടുന്നതിന് മുമ്പ് തിരികെ വാങ്ങിക്കാൻ. പിന്നെ ഞാൻ പറയുന്നത് കേൾക്ക്. എനിക്കൊന്നും കേൾക്കണ്ട. എനിക്ക് മാപ്പ് തരൂ. ഞാൻ പോകുന്നു.